ലേഡീസ് ഫസ്റ്റ്. ആദം തുടങ്ങൂ. ഇത് ആരെങ്കിലും ഒന്ന് തുടങ്ങണേ. ചില സീക്വൻസ് ആണ് ചെയ്താണ് ചിരി വരാം. അവന്റെ അഭിനയം ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി 47 ടേക്ക് വരെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ക്യാമറാമാൻ അഭിനന്ദ രാമാനുജനാണ്. ഇപ്പൊ ലാസ്റ്റ് ആള് ചെയ്ത ഗുഡ് ബാഡ് അഗ്ലി അജിത്തിന്റെ പടം ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ആലോചിച്ചോക്കെ മൂപ്പര് ഡിപ്രഷൻ. നല്ല പ്രായമുണ്ടല്ലേ. പഠിക്കുന്ന സമയത്ത് കോളേജ് ഇല്ല, കോളേജിൽ പോകാൻ പറ്റിയിട്ടില്ല. നമ്മുടെ പരിപാടിന്റെ അടുത്ത് സാധനം ചെയ്തില്ല, അതൊക്കെ അമ്മ രസമായിരുന്നു. മറ്റേ വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നത് 500 രൂപ മുട്ട പക്ഷിന്റെ. അപ്പൊ അടുത്തിരിക്കുന്നത് റാപ്പർ അല്ലേ? ഈ 2 വൈകിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി ഫസ്റ്റ് മമ്മൂക്കയുടെ കൂടെയുള്ള ഫോട്ടോ. ഞാൻ വന്നപ്പോ തന്നെ ചോദിച്ചു മമ്മൂക്കയുടെ പാട്ട് പാടുന്നതാണോ കൂടുതൽ അല്ലെങ്കിൽ അഭിനയിക്കുന്നതാണോ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നിയത്? നമുക്ക് കംഫർട്ടബിൾ പാട്ട് പാടുന്നത്. ശിവരാജിനെ എനിക്ക് കുറെ വർഷം മുന്നേ അറിയാം. അതുകൊണ്ട് എനിക്ക് ശിവരാജ് ഇവിടെ എത്തി നിൽക്കുന്ന ഹായ് ഹലോ വെൽക്കം ടു ബി ഫോർ ബ്ലേസ്. ഡെർബി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എൻ്റെ കൂടെയുള്ളത് ചിത്രത്തിന്റെ മൊത്തം ക്രൂ ആണ്. ഇവിടെ ഇരുന്നപ്പോ തന്നെ എവിടെ നിന്ന് തുടങ്ങണം എന്ന് മനസ്സിലാവുന്നില്ല. എവിടെ നിന്ന് തുടങ്ങണം? നിങ്ങൾ തന്നെ പറഞ്ഞു. എവിടുന്ന് ഒരാൾ ആദം തുടങ്ങൂ. അല്ലോ ഈ ഇന്റർവ്യൂ ചിലപ്പോ ഫുൾ ടി ടി ആയിരിക്കുവേ. കാരണം എല്ലാരും ഒന്നിച്ചിട്ട് ആദ്യമായിട്ടല്ലേ. അതെ, എന്നെ എത്രത്തോളം കൊല്ലാക്കൊല്ല ചെയ്യാന്നുള്ളത് ഇപ്പൊ എന്തൊരാണ്. അപ്പൊ സുബർണയും തുടങ്ങാല്ലേ? സുബർണയ്ക്കാണെങ്കിൽ കുറച്ച് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? എന്തായാലും ഒരാളെ തേച്ച പെണ്ണാണല്ലോ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഇതെങ്ങനെയുണ്ട്? സുബർണയിൽ തന്നെ തുടങ്ങാം അല്ലേ? എന്നാ ഋഷിന്റെ തുടങ്ങാം. ഇത് ആരെങ്കിലും ഒന്ന് തുടങ്ങണേ. അല്ല നീ തുടങ്ങി പറ. അല്ല നിങ്ങളോടാണല്ലോ ചോദിക്കുന്നത്. അല്ല എല്ലാരും ഒറ്റ സ്വരത്തിൽ ഇത് എന്തെങ്കിലും പറയാൻ കാരണം അത്ര ഡീസന്റ് അപ്പോഴേ ഡെർബി എന്ന് പറയുമ്പോ സജിൽ മമ്പാട് രണ്ടാമത് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഘടകം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പൊ വലിയൊരു ക്രൂ ആണ് ഈ സിനിമയിലുള്ളത്. അപ്പൊ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ഒരു കോളേജ് പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ. ഞാൻ കോളേജ് പഠിച്ചിട്ടുള്ള സമയത്ത് എനിക്ക് കുറെ മെമ്മറീസ് വന്നു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ. അപ്പൊ ശരിക്കും പ്രേക്ഷകർക്ക് എന്താണ് ഡെർബി തരാൻ പോകുന്നത്? ഡെർബി എന്ന് പറയുന്നത് ഒരു കോളേജിൽ നടക്കുന്ന ഒരു ഫസ്റ്റ് ഇയർ തൊട്ട് 3rd ഇയർ വരെയുള്ള ഒരു ജേർണിയാണ്. അതില് നമുക്കിവിടെ 3 ടീംസ് ഉണ്ട്. അവര് തമ്മിലുള്ള കുറച്ച് എന്താ പറയാ അടി ഇടി ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. സോ എല്ലാം പാക്ക് ചെയ്തിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, റൊമാൻസ് ആൻഡ് ഫൈറ്റ് എല്ലാം ഉള്ളൊരു പാക്കേജ് ആയിട്ടുള്ള ഒരു പടമാണ് ഡെർബി. ഡെർബി അതിലൊരു ക്യാരക്ടർ നോക്കിയ സമയത്ത് ഒരു തട്ടക്കെട്ടുള്ള ഒരു സുന്ദരിയാണല്ലോ അല്ലേ? മറയത്തെ സുന്ദരിയാണോ? എന്നാലും ആ കഥാപാത്രത്തിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? എന്റെ ക്യാരക്ടറിന്റെ പേര് എന്റെ ക്യാരക്ടറിന്റെ പേര് മെഹർ എന്നാണ്. ഞാൻ ഹരിയുടെ പേരായിട്ടാ വരുന്നത്. ആൻഡ് എന്നെ പോലെ തന്നെ ചില്ലായിട്ടുള്ള ഒരു ക്യാരക്ടറാ, പ്രശ്നമൊന്നുമില്ല, പാവ. അതാണ് എന്റെ ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത്. ഹരി അപ്പൊ അവിടെയാണ് ഇരിക്കണ്ടായിരുന്നു അല്ലേ? ഒരുമിച്ചിരുന്നിരുന്ന് നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇവർക്ക് ഭയങ്കര അസൂയ. കാരണം എനിക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. മാറിപ്പോടാ.
പല സന്ദർഭങ്ങളിൽ വേണ്ട നിന്നും പറയുന്നടാ. ഇവർക്ക് അസൂയായിരുന്നു. ഞങ്ങള് ഫുൾ ടൈം ഒരുമിച്ചായോണ്ട് വേറെ ആർക്കും അത്രയും അപ്പൊ ഇങ്ങനെ പ്രണയിക്കാനോ അസൂയ. ഋഷി ഓ, ഇല്ല ഏട്ടാ, അല്ലല്ല അപ്പൊ പറഞ്ഞപ്പോഴും മിണ്ടാതെ ഇല്ല ഏട്ടാ, കുട്ടീനെ പേടിയാന്ന് തോന്നുന്നുണ്ട് അടുത്തിരുന്നുണ്ട്. എനിക്ക് പേടിയൊന്നുമില്ല. അപ്പൊ അടുത്തിരിക്കുന്നത് റാപ്പർ അല്ലേ? ഈ രണ്ട് വൈകിട്ട് skip ചെയ്യണ്ടേ? പിന്നെ അല്ല നിങ്ങൾ പറയാം എന്താണ് ഞാൻ വിളിക്കുന്നത്? ഹലോ, check. Rapper അല്ലാതെ. പ്രശസ്തരല്ലാത്ത അല്ലല്ല ഞാൻ ഇന്ന് രാവിലെ എടുത്തു നോക്കി ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോ ഫസ്റ്റ് തന്നെ മമ്മൂക്കയുടെ കൂടെ ഉള്ള ഫോട്ടോ ഞാൻ വന്നപ്പോ തന്നെ ചോദിച്ചു മമ്മൂക്കയുടെ ഏന്നില്ല. എന്താണ് ഞാൻ പറയട്ടെ, give me some time, bro. So, ഇങ്ങോട്ട് ഞാനാണ് ഇവിടെ. ഞാൻ ക്യാമറ നോക്കിയിട്ടാണ്. അപ്പോ എന്റെ പേര് ഋഷാൻ, ഋഷ് NK എന്നാണ് എന്റെ ആർട്ടിസ്റ്റ് നെയിം. ഞാൻ ആക്ച്വലി ഒരു പ്രശസ്തനല്ലാത്ത റാപ്പറാണ്. ചിലപ്പോ നിങ്ങൾ ഇപ്പൊ ഇതാരുടെ എന്നൊക്കെ ചോദിക്കുന്നവരടുത്ത് പറയാനാണത്. ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്. എന്റെ പാട്ട് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. BV എന്ന് പറഞ്ഞ സോങ് ചെയ്തിട്ടുണ്ട്, പിന്നെ അർബാബ് എന്ന് പറഞ്ഞ സോങ് ചെയ്തിട്ടുണ്ട്, പിന്നെ വെൽക്കം ടു മോളിവുഡ് എന്ന് പറഞ്ഞ ഡൽഹി ബോംബെ കൽക്കട്ട എന്ന് പറഞ്ഞ സോങ് ഒക്കെ ഞാനാണ് പാടിയത്. പിന്നെ ഗുരുവാലമ്പലയിൽ പാടിയിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഡീസൽ എന്ന് പറഞ്ഞ സുരാജേട്ടന്റെ പടത്തിൽ പാടിയിട്ടുണ്ട്. പിന്നെ റൈഫൽ ക്ലബിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഡർബി എന്ന് പറഞ്ഞ ത്രൂ ഔട്ട് പടം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല കൈവേറിയാണ്. അയ്യോ അങ്ങനെ കാണാപ്പാടം പഠിച്ചു വന്നാണ് അഭിനയിച്ചിട്ടുണ്ട് എന്റെ കാര്യം. അപ്പൊ ഞാൻ കാണാൻ പഠിക്കണോ? ഓ ശരി ശരി പറഞ്ഞു. ഇല്ല ഏട്ടാ. അപ്പോ അയ്യോ ഞാൻ പിന്നെ അങ്ങോട്ടോ. അപ്പൊ അങ്ങനെയാണ് എന്റെ പരിപാടികൾ. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ? എന്താ ചോദിച്ചത്? പണത്തിനെ പറ്റി പറ. അല്ല ശരിക്കും പറഞ്ഞ ഇപ്പൊ ഇത്രയും പാട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കഥാപാത്രത്തെ പറ്റിയിട്ട് എന്താ പറയാ? കഥാപാത്രം എന്ന് പറയുമ്പോ എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദിന്റെ ക്യാരക്ടറാണ്. അവിടെ ദർസിൽ പഠിപ്പിക്കാൻ വരുന്ന ഉസ്താദായിരുന്നു. കോളേജിലേക്ക് ചേർന്നിട്ട് അവിടെ 3rd ഇയർ വരെ നിൽക്കാണ്. അപ്പൊ ഉസ്താദായിട്ട് വരുന്നു. പിന്നെ അത് മാറി ഫ്ലിപ്പായി വേറെ പരിപാടിയിലേക്ക് പോകണം. സിനിമ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഹിബത്തുള്ളതാണ് എന്റെ ക്യാരക്ടറിന്റെ നെയിം. ഹിബത്തുള്ള ഫ്രം നാദാപുരം. സോ എനിക്ക് സ്ലാങ് കുടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞാൻ എന്റെ സ്ലാങ് തന്നെയാണ് സംസാരിക്കുന്നതൊക്കെ. അപ്പോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ അറിയിക്കേണ്ടതാണ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. കുഡോസ് മീഡിയ. ഇത് സിനിമയുടെ പ്രൊമോഷൻ അറിയാം. അല്ല അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ പാട്ട് പാടുന്നതാണോ കൂടുതൽ അല്ലെങ്കിൽ അഭിനയിക്കുന്നതാണോ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നിയത്? നമുക്ക് കംഫർട്ടബിൾ പാട്ട് പാടുന്നത്. അമീർ പാട്ട് പാടൂല്ലേ? അത് ചില സദസ്സുകളിൽ മാത്രം. അപ്പൊ ഈ സദസ്സിലാണോ? പക്ഷെ എന്താണ് എല്ലാവരും ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ്. അപ്പോ സിനിമ എന്ന് പറഞ്ഞത് പരിപാടി എനിക്ക് എന്റെ മൈൻഡിൽ അഭിനയം എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇല്ലായിരുന്നു. ആക്ച്വലി തന്നെ ഞാൻ പാട്ടിലേക്ക് വന്നപ്പോ ഞാൻ അതാണ് ഫോക്കസ് ചെയ്തത്. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് മൂവി വന്നപ്പോ ഐ വാസ് ഹാപ്പി ആക്ച്വലി. അപ്പൊ ഒരു പുതിയൊരു പരിപാടി കൂടെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനത്തിൽ ഞാൻ സിനിമയിൽ കൂടെ അഭിനയിച്ചപ്പോ എനിക്ക് നല്ല സന്തോഷം തോന്നി. അപ്പൊ പിന്നെ ഇപ്പൊ ബിഗ് സ്ക്രീനിൽ കാണുന്ന ഒരു ഹൈ ഉണ്ടല്ലോ, അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ സിനിമയിൽ അഭിനയിച്ചാണ്. ഇനിയിപ്പോ ഈ സിനിമ കഴിഞ്ഞോടെ അടുത്ത സിനിമ കിട്ടാൻ ഇനി വെച്ചടി കേസ് മതി. അടുത്തതായി എടുത്തിരിക്കുന്ന ആള് ഓസ്ലറിന് ശേഷം അല്ല അഭിനയിക്കുന്ന സിനിമയാണ്. ഏറം ചെയ്തിട്ടുണ്ടായിരുന്നു. ശിവരാജിനെ എനിക്ക് കുറെ വർഷം മുന്നേ അറിയാം. അതുകൊണ്ട് എനിക്ക് ശിവരാജ് ഇവിടെ എത്തി നിൽക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് ഒരു ഷോർട്ട് ഫിലിം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് 2010. അല്ല ശിവ വന്നതിന്റെ ഒരു സ്ട്രഗിള് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു ഇപ്പൊ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയത് എന്റെ ഒരു സന്തോഷം. അതുപോലെ ആ ഒരു വളർച്ച വലിയ എനിക്ക് സന്തോഷമുള്ളവരാണ് ശിവരാജ്. അപ്പൊ ഈ സിനിമയിൽ അതെ ഞങ്ങളൊക്കെ ഇവിടെ ഇപ്പോഴും. അപ്പോൾ ഈ സിനിമയിൽ വരുന്ന സമയത്ത് ഇപ്പൊ രണ്ടുപേരും ആഡം അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഓസ്ലറിൽ നിങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലും ശരിക്കും വില്ലൻ കഥാപാത്രം തന്നെയാണോ? അതേ ഓസ്ലറിൽ കണ്ട പോലെ തന്നെ നല്ല കട്ട കലിപ്പൊക്കെയാണല്ലോ ഈ ട്രെയിലറിൽ കാണുമ്പോ? അങ്ങനെയല്ല, ഞാൻ ഓസ്ലർ ചെയ്യുമ്പോ ഞാൻ എന്നെ നായകനായിട്ട് തന്നെയാണ് കണ്ടേക്കണേ. ഇവരാണ് വില്ലന്മാര്. സാബിക്കൊക്കെ വില്ലനാ എനിക്ക്. ഓസ്ലറിലാണെങ്കിലും ഈ പടത്തിലാണെങ്കിലും. ഈ പടത്തിൽ കുറെ വില്ലന്മാരുണ്ട്. ഞാൻ നോക്കുമ്പോ ഞാൻ മര്യാദക്ക് കോളേജ് നടക്കുമ്പോ ഇവര് വന്നു. പക്ഷേ ട്രെയിലറിലെ ഡയലോഗ് കേൾക്കുമ്പോ കലിപ്പ് കുറച്ച് കൂടുതൽ തോന്നുന്നുണ്ട്. ഇവര് അമ്മാതിരി പരിപാടി പറഞ്ഞ അനുസരണ ഇല്ലാത്ത രീതിയിലൊക്കെ. അതുകൊണ്ടാണ്
ഞാൻ പാവച്ചിരിക്കും. അതെ, ഉറക്കത്ത്. സൂപ്പർ സീനിയർ ആയിരുന്നോ? അല്ലാണോ? അല്ല, ഞങ്ങള് സെക്കൻഡ് ഇയർ. സീനിയർ. ഇവര് ഫസ്റ്റ് ഇയർ ആകുമ്പോ സെക്കൻഡ് ഇയർ. ഇവര് ഞങ്ങള് തേർഡ് ഇയർ ആകുമ്പോ അവര് ഫസ്റ്റ് ഇയർ. ഇത് മറ്റാളുടെ ഭാര്യ. അപ്പം അങ്ങനെ പറയേ അല്ല, ക്യാരക്ടറിനെ പറ്റിട്ടൊക്കെ പറയും. ക്യാരക്ടർ അമൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്തേക്കണേ. എന്താണ് ത്രൂ ഔട്ട് പടത്തിലുണ്ട്. ഒരുപാട് നല്ല ഫൈറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശരിക്കും ഒരു കോളേജ് പരിപാടി തന്നെയായിരുന്നു. കോളേജ് നല്ലൊരു കോളേജ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. കുറെ നല്ല സൗഹൃദങ്ങളും നല്ല ഓർമ്മകളും ഈ സിനിമയില് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ പിള്ളേരുടെ കൂടെ ഒക്കെ അഭിനയിച്ചപ്പോ? നല്ല പ്രായമുണ്ടല്ലേ? അതിവിടെ പറയേണ്ട കാര്യമില്ല, ഇത് കട്ട് ചെയ്തോളൂട്ടോ. അറിയാം, എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര രസമായിരുന്നു ഇവരുടെ കൂടെയുള്ള ജീവിതം. കഠിന ജീവിതം. ഭയങ്കര രസമായിരുന്നു. എന്നും ചെറിഷ് ചെയ്യാനുള്ള കുറെ നല്ല മെമ്മറീസ്. അങ്ങനെ കുറെ പരിപാടികള്, ഭയങ്കര പെയിനും എല്ലാം നമ്മൾ ഒരുമിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ആണെങ്കിൽ എന്താ പൊതുവെ ഉണ്ടല്ലോ ഈ കോളേജ് എന്ന് പറയുമ്പോ നമ്മൾ ഈ കോളേജിൽ പഠിക്കുന്ന ആളുകളായതുകൊണ്ട് അഭിനയിക്കേണ്ടി വന്നിരുന്നുണ്ടാവില്ലല്ലോ നിങ്ങൾക്കൊക്കെ? നന്നായിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. കോളേജ് പഠിച്ചിട്ടില്ലേ? കോളേജ് പഠിച്ചിട്ടില്ലേ? അതാണ്ടാണോ? പോയിട്ടുണ്ട്, പഠിച്ചിട്ടില്ല. അല്ല, ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല. ഇവ അഭിനയിക്കാൻ പഠിച്ചത് മറന്നു. പഠിക്കുന്ന സമയത്ത് കോളേജ് ഇല്ല, കോളേജിൽ പോകാൻ പറ്റിയിട്ടില്ല. ഉപ്പ് സദ്യ അപ്പൊ അതൊക്കെ തന്നെ നല്ല നല്ല കുറെ നല്ല മെമ്മറീസ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ സന്തോഷം നമുക്ക് സ്ക്രീനിലും അതെല്ലാ ഓഡിയൻസിനും കിട്ടുമെന്ന് നമ്മൾ കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അല്ല, നിങ്ങളുടെ ഒരു കോംബോയും കെമിസ്ട്രി ഒക്കെ ഇപ്പം മനസ്സിലാവുന്നുണ്ട്. എത്രത്തോളം കോമഡി ഇപ്പൊ സെറ്റിലൊക്കെ എത്രത്തോളം ആയിരുന്നുണ്ട്, ഇതിനും മേലെ ആയിരിക്കും. സെറ്റിൽ ഒരു രക്ഷയില്ലേ. നേരത്തെ അവരാരോ ഒന്ന് പറയുന്നുണ്ടായിരുന്നു, എന്തോ സെൻസർ ചെയ്യണം. ഇതാണ് ക്യാരക്ടർ അല്ലെ? പിന്നെ സിനിമയിൽ കാണാം നല്ല പെർഫോമൻസ് ഒക്കെ. അതെ, അല്ല മൂപ്പര് അങ്ങനെ പറയുന്നില്ല, ജോക്കർ പാട്ട് പറയുന്നില്ല, ഗംഭീര ആണ് മൂപ്പര്. ആ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ലീഗ്. നമ്മള് കണ്ട് ചില സീനൊക്കെ എടുക്കുമ്പോ നമ്മൾ തന്നെ ഇങ്ങനെ മനസ്സിലാണല്ലോ, അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സാധനം അതൊക്കെ ഉണ്ട്. മറ്റേ ആ ഹരീന്റെ പരിപാടിന്റെ അടുത്തുള്ള അല്ല, നമ്മുടെ പരിപാടിന്റെ അടുത്ത് സാധനം ചെയ്തില്ലേ, അതൊക്കെ അമ്മ രസമായിരുന്നു. മറ്റേ വന്നിട്ട് നമ്മളെടുത്ത് സംസാരിക്കുന്നത് 500 രൂപ മുട്ട ഫംഗ്ഷന്റെ അല്ലേ? ആക്ടിങ് പഠിച്ചിറങ്ങിയ ആളാണ്. നമ്മളെല്ലാരെക്കാളും കൂടുതൽ പടം ചെയ്തിട്ടുള്ള ശിവയാണ്. ശിവയ്ക്കാണ് എക്സ്പീരിയൻസ്. ശിവ തിയേറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. അതെ അതെ അതെ, എനിക്കറിയാം. നമ്മളൊക്കെ കൂടുതൽ നമ്മളതെ. പിന്നെ എനിക്കറിയാം, വീട് വീടാണോ പിന്നെ വീട് അതിന്റെ 2 വീട്ടിലപ്പെടുത്തും. നമ്മൾ രണ്ടുപേരും ട്രോളുന്നത്. ജസ്നിയ സുമതി വളവിന് ശേഷം ചെയ്യുന്ന ഒരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ വളർന്നു വരുന്ന ഒരു താരം തന്നെ വേണമെങ്കിൽ പറയാം. താങ്ക് യു. സുമതി വളവ് കഴിഞ്ഞിട്ട് അഭിനയിച്ചത് വേറെ സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് റിലീസ് ആവുന്നത് അത് റിലീസ് ആവുന്നുള്ളൂ. ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞ മൂവിയാണ് അടുത്ത ചെയ്തത്. അടുത്ത റിലീസ് ആവുന്നതാണ് ഡർബി. നായികയായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നായികയായിട്ട് ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യുമ്പോൾ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സിനിമയിൽ? ഭയങ്കര അതാ നമ്മള് പൊതുവേ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് സാധാരണ നായികമാർ ഒരു ഇന്റർവെൽ ഒക്കെ എടുക്കാറാകുമ്പോ വന്ന് പിന്നീട് അങ്ങോട്ട് ത്രൂ ഔട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ആണ്. ഇതില് പക്ഷെ ഞങ്ങള് 6 പേരുടെ ഒരു ടീമുണ്ട്. ഞങ്ങള് ഫ്രം ദ ബിഗിനിങ് തൊട്ടേ ഞങ്ങൾ 6 പേര് ഒരുമിച്ചുണ്ട് ടിൽ ദ എൻഡ് ഓഫ് ദ മൂവി. നല്ല രസമാണ്. ഇതുപോലൊക്കെ തന്നെ. അപ്പൊ ശരിക്കും പറഞ്ഞാലേ ഇങ്ങനെ ആമീന്റെ എക്സ്പ്രഷൻ കണ്ണട വെച്ചോണ്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. കണ്ണട വന്നിരിക്കുന്നത് ചിരിക്കാണോ അത് ഉറങ്ങാണോ? അപ്പൊ ഈ ഒരു സിനിമയിൽ വന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെ എല്ലാവരും ത്രൂ ഔട്ട് ഒരു ഷൂട്ടിംഗ് സെറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
മെഡിസിൻ അടിപൊളിയായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ സീൻസിലും ഞങ്ങൾ 6 പേരും ഒരുമിച്ചുള്ള സീൻസ് ആയിരുന്നു കൂടുതൽ എനിക്കുണ്ടായിരുന്നു. വന്നപ്പം പുള്ളിക്കാരി ഭയങ്കര മറ്റേ CBSE കിഡാണ് കാണാൻ ഇതിന്റെ കാര്യമൊക്കെ കരയുക, നമ്മളെ കളിയാക്കുമ്പോഴൊക്കെ കരയുക. പിണങ്ങുക ചിണുങ്ങുക. പക്ഷെ ഞങ്ങൾ നിർത്തിയില്ല. അപ്പൊ മനസ്സിലായി. റാഗിങ് ചെയ്തായിരുന്നോ? റാഗിംഗ് അല്ലായിരുന്നു ഇത്. ആദ്യം ഇവരെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് ഋഷിനാണ്. ആദ്യം സംസാരിക്കും ആദ്യം മീറ്റ് ചെയ്ത അമ്മേനെയാണ്. ഫസ്റ്റ് സെറ്റിലെത്തുമ്പോ കാണുന്നത് പക്ഷെ അന്ന് ഇവൻ ഇൻട്രോവേർട്ട് ആയിട്ട് എന്റെ അടുത്ത് നിന്നേ. കമ്പനിയായി വന്നത് ഋഷിനായിരുന്നു എന്തോ ഒരു പിരിവിരിപ്പാണ്. അല്ല ഞാനെന്തോ ഒരു കുട്ടി മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോ നമ്മൾ അതിന് കംഫർട്ട് ചെയ്യണ്ടേ. അപ്പൊ അത് വിളിച്ചു പറയും. എന്താണ് ഫൈസ് സംസാരിക്കുമ്പോ ചോദിച്ചിട്ട് വിളിച്ചോണെന്നതാ. പിന്നെ പറഞ്ഞു ഈ കൂട്ടത്തിൽ ഇനി എങ്ങനെ നീ മാറി നിന്നിട്ടുണ്ടെങ്കിൽ നിന്നെ പറ്റിയുള്ള കുട്ടിയായിരിക്കും ഇവിടെ പറയാൻ. പിന്നെ എനിക്ക് ടെൻഷനായി. ശരിക്കും ഇപ്പൊ ഞാനിട്ട് മാറിയിട്ട് നിന്ന് വട്ടത്തിലൊക്കെ അതൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴും അമ്മ ഉണ്ടാവും. അമ്പിളി കൊണ്ടുവരും ആരവിടെ ചീത്ത അല്ലേ പിന്നെ അമ്പിളിയും നമ്മളുടെ കൂട്ടത്തിലേ. എന്നേക്കാ ഇവരായിട്ട് കമ്പനി സത്യം പറഞ്ഞ അമ്മയാണ്. അവസാനം അമ്മേനെ വളച്ചെടുത്തു എല്ലാരും കൂടി. അല്ല ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ ഈ ഭയങ്കര കോമഡിയാണ്. ഇപ്പൊ ഇരിക്കുമ്പോ തന്നെ നമ്മള് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തെ ചില ഡയലോഗ് പറയുന്ന സമയത്ത് ചിരി വരുമായിരുന്നു ഇവര് പറയുമ്പോഴൊക്കെ. അമ്മയുടെ ചില സീക്വൻസ് ആണ് ചെയ്താണ് ചിരി വരാം. അതില്ല. കിട്ടി കിട്ടിയാ പൈസ കിട്ടിയാ ഇനി മുന്നോട്ട് അല്ലല്ല കിട്ടാൻ വേണ്ടിട്ട് അവിടെ നടിക്കാൻ അവൻ സ്പോട്ടിൽ ഡെവലപ്പ് ചെയ്ത് ഓരോ സാധനങ്ങൾ ചെയ്യും. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്ട് വരുന്നതാണോ അപ്പൊ പെട്ടെന്ന് ചിരി വരാറുണ്ട് അല്ലേ. അപ്പൊ ഷൂട്ടിംഗ് സെറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു ജസ്ലിയ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും സ്ത്രീ കഥാപാത്രങ്ങൾ നിങ്ങൾ രണ്ടുപേരും അല്ല ആൻ ബർലറ്റ് പണി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആൻ ബർലറ്റ് ഇതിലൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ എന്തായാലും എല്ലാവരുടെയും പെർഫോമൻസ് സ്ക്രീനിൽ കാണാം അല്ലേ. അടുത്ത ഒരാൾ ഇരിക്കുന്നുണ്ട് കുറെ നേരം ഇവിടെ ഉണ്ട് മൈക്ക് അവിടെ കിട്ടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. വേണ്ട ഇത്രയും പേര് പറഞ്ഞപ്പോ എനിക്ക് പറഞ്ഞോളൂ പറയൂ. എന്റെ പേര് ഫായിസ് എന്നാണ്. അപ്പൊ ഞാൻ ഈ സിനിമയിൽ ഇവന്റെ കൂടെ ഇതിപ്പോ ഈ ഗാങ്ങിന്റെ എതിർ ടീമാണ് ഇവര്. ഈ ഗാങ് മറ്റേത് എന്റെ ഭാര്യയാണ്. അപ്പൊ ഞങ്ങളൊന്നുമല്ല വില്ലൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവര് കുരുത്തം കെട്ട പിള്ളേരെ ഫസ്റ്റ് ഇയർ വന്നിട്ട് ഇവര് ഫസ്റ്റ് ഇയർ വന്നിട്ട് ഇവരുടെ ഒരു പരിപാടി ഉണ്ട്. ഇവര് മെയിൻ ആവാൻ നോക്കലും ഈ ഓണപരിപാടി കാര്യങ്ങളൊക്കെ ഇപ്പൊ സാധാരണ നമ്മള് അതെ ഞങ്ങൾ ഒരു കോളേജിൽ പഠിച്ചു, കേരള ഓർമ്മയില പഠിച്ചത്. നല്ല പ്രായമില്ല. പക്ഷെ കോളേജിൽ പഠിക്കുമ്പോ സ്കൂളിൽ പഠിക്കരുത്. ചേച്ചി കോളേജിൽ പഠിക്കുമ്പോ ഞാൻ സ്കൂളിലാണ്. അപ്പൊ നമ്മള് കോളേജിലൊക്കെ പോലെ ഇപ്പൊ ഈ ഫസ്റ്റ് ഇയർ വന്നിട്ട് ഭയങ്കര മെയിൻ ആവാനൊക്കെ നോക്കുള്ളൂ കോളേജിൽ. അത് സീനിയേഴ്സിന് പിടിക്കില്ലല്ലോ. അതാണ് സംഗതി. അതാണ് ഈ ഡെർബി എന്ന് പറഞ്ഞത്. ഈ 3 ടീമിന്റെ ഒരു ഡെർബി ഒരു സ്ഥലത്തുള്ള. ഇത് ഇത്ര ആധികാരികമായിട്ട് പറയാൻ കാരണം പുള്ളിയുടെ ആണ് ഫസ്റ്റ് പരിപാടി. അതുകൊണ്ടാണ് പറയുന്നത്. അതെന്താ അറിയോ ഇതൊക്കെ കുറെ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് കോളേജില്. അപ്പൊ അതൊക്കെ പറഞ്ഞത്. അപ്പൊ കുറെ പരിപാടികളുണ്ട് എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്ത് ഒരു 2 ടീമുകൾ തമ്മിലുള്ള ഫൈറ്റിനാണ് ഡെർബി തന്നെ പേരിന് തന്നെ കുതിരപ്പന്തയം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് കുതിരപ്പന്തയം ഡെർബി അങ്ങനെ കുതിരപ്പന്തയം ഒന്നല്ല മൊത്തം മീനിങ് ഉണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് 2 ടീമുകൾ. ഒരു വീട്ടില് ഭാര്യ ഭർത്താവാണെങ്കിൽ ഡെർബി എന്ന് പറയാം. അതായത് ഒരു സ്ഥലത്ത് 2 ആൾക്കാർ തമ്മിലുള്ള ഫൈറ്റ് കാര്യങ്ങളില്. അപ്പോ അതാണ്. അപ്പോ ഞങ്ങളെ ഗ്യാങ് ഇവരുടെ ഗ്യാങ്ങും തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് സിനിമ. എനിക്ക് തോന്നുന്നു ട്രെയിലറിന്റെ ഒരു സെക്കൻഡ് ഹാഫ് ട്രെയിലറിൽ ഒരു 10% കണ്ടിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഫൈറ്റ് ഇവന്റെ ഒക്കെ ഫൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിലേ നല്ല നല്ല ഫൈറ്റ്. ആദമായാലും ഹരി എല്ലാരും നല്ല ഋഷി ആയാലും ഋഷിയൊക്കെ ഭയങ്കരമായിട്ട്. ഞാൻ ഋഷിനെ നമ്മള് ആദ്യം എഴുതുമ്പോ തന്നെ ആദ്യം ഫസ്റ്റ് കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഋഷിനെ വെച്ചിട്ടാണ് ഞങ്ങള്. കാരണം അവന്റെ ഒരു പരിപാടി അവന്റെ സ്ലാങ് അവന്റെ റീൽസ് ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ അവനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പൊ പക്ഷെ അവനെ പെർഫോം ചെയ്യണപ്പോ ഭയങ്കര പറഞ്ഞു തരട്ടാ. അവൻ വളരെ നന്നായിട്ട് ചെയ്തു പക്ഷെ ഭയങ്കര നല്ല രസത്തില് പിന്നെ അവന്റെ അഭിനയം ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി 47 ടേക്ക് വരെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ നല്ല രസത്തിൽ ചെയ്തു. പടം ഔട്ട് ആകുമ്പോ നമുക്കറിയാൻ പറ്റും നല്ല അടിപൊളിയായിട്ട്. അപ്പൊ കടകനിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു നാട്ടിൻപുറത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. ഈ ഇതിൽ വരുമ്പോ സമയത്ത്
ശരിക്കും നാച്ചുറൽ ലൈഫിൽ മുന്നുണ്ടായിരുന്ന കോളേജ് ലൈഫിൽ കണ്ട പോലെ തന്നെ ആയിരുന്നോ? അല്ല, ഇത്ര വൃത്തികേടൊന്നും ആയിരുന്നില്ല. ഇതിലിത്തിരി വൃത്തികേട് ഒരു ഭയങ്കര റഫ് ക്യാരക്ടർ. കടങ്ങനെ ഇപ്പൊ സജിനിലെ രണ്ടാമത്തെ പടത്തില ഞാൻ ഫസ്റ്റത്തെ പടത്തിലുണ്ട്, രണ്ടാമത്തെ പടത്തിലുണ്ട്. അപ്പോ കടകനും രണ്ട് വേറെ അത് നാട്ടിൻപുറത്ത് സ്കൂളിലൊന്നും പോകാത്തൊരു പയ്യൻ, ഒരു നാട്ടിലെ മണൽ വാരൽ പരിപാടി ഇതിൽ കോളേജിലൊന്നും കയറാത്തൊരു പയ്യനായിട്ട്. പക്ഷെ രസമുള്ള ഒരു പരിപാടിയാണ്. ഇടി ഫൈറ്റൊക്കെയാണ് മെയിൻ. ഫൈറ്റാണ് സിനിമയുടെ മെയിൻ. പിന്നെ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും എല്ലാ കോളേജിൽ പഠിച്ച എല്ലാവർക്കും. ഇപ്പോൾ തനിക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കേരളവർമ്മ കോളേജ് ആയാലും അങ്ങനെ എല്ലാ കോളേജിലും ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും 27-ാം തീയതി പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ മാത്രമല്ല, അതിൽ സാഗറുണ്ട്, പിന്നെ ഷാഫി കൊല്ലുണ്ട്, അബു സലീമുണ്ട്, ഭയങ്കര വലിയ ജോണി ചേട്ടുണ്ട്, ഭയങ്കര വലിയ പ്രിൻസിപ്പൽ ക്യാരക്ടർ. പിന്നെ ശബരി ചേട്ടുണ്ട്, ഷൈൻ ടോം ചാക്കുണ്ട്. ഞങ്ങൾ മാത്രല്ല, ഭയങ്കര കുറെ ക്യാരക്ടേഴ്സ് വേറെ ഉണ്ട്. ഇപ്പൊ വലിയൊരു സിനിമയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഞങ്ങള് കുറെ ആൾക്കാർക്ക് ഫെമിലിയർ ആവില്ല, ഞങ്ങള് ന്യൂ ഫേസസ് ആവും. പക്ഷെ ഞങ്ങളെ ബാക്കിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യന്മാരൊക്കെ ഭയങ്കര വലിയ ടെക്നീഷ്യന്മാരാന്ന് പറഞ്ഞാൽ ക്യാമറാമാൻ അഭിനന്ദ് രാമാനുജനാണ്. അപ്പൊ ലാസ്റ്റ് ആള് ചെയ്ത ഗുഡ് ബാഡ് അഗ്ലി അജിത്തിന്റെ പടം ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ആലോചിച്ചോക്കെ മൂപ്പര് ഡിപ്രഷൻ. ഞാൻ പറഞ്ഞ ഇന്റർവ്യൂക്ക് ഞാൻ അങ്ങോട്ടല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ മ്യൂസിക് ആയാലും ഗോപി സുന്ദർ, പിന്നെ നമ്മളെ സൗന്ദര്യ ഋഷിയുടെ പാട്ടാണ് ഇതില് നല്ലൊരു പാട്ടാകും. പിന്നെ നമ്മളെ പടം മിക്സ് ചെയ്തത് മറ്റേ രാജേഷ് കാന്താരൊക്കെ ചെയ്ത ആളാണ്. ഫുൾ വലിയ ടെക്നീഷ്യന്മാരാണ്, വലിയ ക്യാമറാസ് യൂസ് ചെയ്യുന്നുണ്ട്. വലിയൊരു പടമാണ് ഇത്. ഇൻഷാ അല്ലാഹ് ഞാൻ എല്ലാവരും പോയി കാണാം. ഇത്രയും നമ്മള് ഒരു സിനിമ എന്ന് പറയുന്ന എല്ലാവരുടെ ഒരു കൂട്ടായ പരിശ്രമം തന്നെ. വിജയിക്കരുത് ആരും ചിന്തിക്കില്ലല്ലോ. അതായത് ഇത്ര നമ്മളെ പ്രൊഡ്യൂസർ ആയാലും നല്ല ഇത്തിരി ബഡ്ജറ്റായ പടമാണ്. അപ്പൊ ഞങ്ങൾ വിശ്വസിച്ച് ഇത്ര അധികം ബഡ്ജറ്റ് ഞങ്ങൾക്കൊന്നും മറ്റേ ഈ ടെക്നിക്കൽ പാർട്ടിൽ നമുക്ക് കുറവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് സിനിമ കാണുമ്പോൾ വലിയൊരു സർപ്രൈസ് ഉണ്ട്. ഒരു പരിപാടി കാര്യങ്ങൾ പൈസ ഇത് കാണാൻ നിങ്ങൾക്ക് പറ്റും. ഇതിൽ ഇത്ര ബഡ്ജറ്റായി എന്ന് കാണാൻ പറ്റും. അത്ര അധികം പരിപാടികളുണ്ട് സിനിമയിൽ. തിയേറ്ററിൽ കാണാം മാർച്ച് 27. അടുത്ത 2 സോഷ്യൽ മീഡിയ താരങ്ങൾ ഇരിക്കുന്നുണ്ട് അല്ലെ? സിനിമ ഇറങ്ങിയിരുന്നു, കണ്ടോ? പ്രകമ്പനം. എനിക്കറിയാം. വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അതിലോട്ട് ഞാൻ വരട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അങ്ങനെയുള്ള തുടക്കം കുറിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അമീന്റെ ക്യാരക്ടർ ഇപ്പൊ ഇതില് നമുക്ക് പ്രകമ്പനത്തില് ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആദ്യം തന്നെ പറയാം രണ്ടുപേരുടെ. അതെ, സാഗറിന്റെ ആയാലും നിങ്ങളുടെ ഒരു കോംബോ അല്ല, സത്യം പറഞ്ഞാൽ ത്രൂ ഔട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സിനിമ കണ്ടപ്പോൾ. അപ്പൊ ഡെർബിയിൽ വരുന്ന സമയത്ത് ഇതിലും ഉണ്ട് സാഗർ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എതിർ ടീമാണ് അല്ലേ രണ്ടുപേരും. അപ്പോൾ ഈ സിനിമയിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് ക്യാരക്ടറൊക്കെ? എൻ്റെ ക്യാരക്ടറിന്റെ പേര് വരുന്ന ഷോൺ എന്നാണ്. അത്യാവശ്യം ഈ പടത്തിലെ വള്ളികളെല്ലാം പിടിച്ച് ഇടിയുണ്ടാക്കുക സ്റ്റാർട്ട് കുറിക്കുന്ന ഞാനായിരിക്കും. റിയൽ ലൈഫ് ക്യാരക്ടർ ഇതാണ് വരുന്നത്. പിന്നെന്താ പറയാ, ക്യാരക്ടർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു. അതുപോലെ അല്ല, അപ്പൊ പ്രകമ്പനത്തിന്റെ ഒരു എന്താ പറയാ ഓളം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ അടുത്തൊരു സിനിമ വരുന്ന സമയത്ത് എത്രത്തോളം ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്? കാരണം പ്രകമ്പനത്തിന്റെ ഷൂട്ട് ആദ്യം പ്രകമ്പനം ഡെർബിയുടെ ഷൂട്ട് സെയിം മന്തിൽ തന്നെ ആയിരുന്നു. അപ്പൊ ഞാനിത് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ അപ്പൊ സജിലിക്ക് വന്നടാ ഇത് സജിലിക്ക് എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഈ ക്യാരക്ടർ നീ കറക്റ്റ് ആയിരിക്കും, നമുക്ക് ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ ലുക്കിന്റെ വ്യത്യാസമുണ്ട്. കാരണം പ്രകമ്പനത്തിൽ ഇവിടെ ഇങ്ങനെ താടി പരിപാടിയാണ്. അപ്പൊ എന്തോ ഒരു കാരണത്താല് പടം ഒരു മന്തോട്ട് ഡെർബി നീങ്ങി. അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ പ്രകമ്പനം കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഒന്ന് ഡെർബിയിൽ ജോയിൻ ചെയ്തത്. അപ്പൊ ഇവർ രണ്ട് സെറ്റാണ്. അവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ആക്ടേഴ്സ് ഒക്കെ പ്രൊഫഷണൽ രീതിയിലാണ് നമ്മൾ അവിടെ. സാഗരമായിട്ട് അമ്മാതിരി കമ്പനി ആണെങ്കിൽ കുറെ ആൾക്കാർ, ഇത്ര ആൾക്കാരില്ലല്ലോ. ഞാൻ സാഗരം നവോദിച്ചേട്ടൻ മാത്രമേ. ഇവിടെ വന്നപ്പോ ഞാൻ ഫസ്റ്റ് വന്ന് കയറുന്ന ഒരു വീട്ടിലോട്ടാ. മറ്റേ നമുക്ക് അവിടെ റൂമായിരുന്നു, ഇവിടെ വന്നപ്പോ ഞാൻ നോക്കിയപ്പോ ഒരു വീട് ഞാനാണ് ലാസ്റ്റ് ആ വീട്ടിലെത്തുന്നത്. ഇവര് തലേ ദിവസം എത്തി ഭയങ്കര കമ്പനിയായി. ഞാൻ നോക്കിയപ്പോ എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ ഹോം സിക്നെസ് ഭയങ്കര ഉള്ള ഒരാളാണ്. ഞാൻ വന്നത് ഫസ്റ്റ് ദിവസം തന്നെ ഓക്കെ കുഴപ്പമില്ല ഇതായി പോയി. 2ാമത്തെ ദിവസം പോയി. 3ാമത്തെ ദിവസം ഞാൻ റഷ്യനും അമ്മമാരാടി.
ഓക്കെ സീരിയസ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത കളി ബഹളം എല്ലാം ആയി. ചീത്തവിളി ഒക്കെ ഉണ്ട്. പിന്നെ ചെവി പൊത്തിയത്. പക്ഷേ എനിക്ക് വേറെ റൂമാണ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, വേറെ റൂമാണ്. പ്രൊഫഷനോട് അത് പറയാം അങ്ങനത്തെ രീതിക്കായി. പ്രശ്നം എന്താ അറിയോ? അല്ല, അപ്പൊ